സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPRും CPR നാരോ റേഞ്ച് സ്കാനറിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPRനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് CPR എന്ന് ഞാൻ ആദ്യം പറയാം. അതിന് സെൻട്രൽ പിവോട്ട് റേഞ്ച് എന്നാണ് CPRനെ പറയുന്നത്. അതൊരു ഇൻഡിക്കേറ്ററാണ്. ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ നമുക്ക് ഈ ഇൻഡിക്കേറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ ചാർട്ട് എടുത്ത് തന്നെ നമുക്ക് CPR ആഡ് ചെയ്യാം. അപ്പോൾ CPR എന്ന് പറയുന്നത് ഈ 3 ലൈൻസ് നിങ്ങൾക്ക് കാണാം, BC, P, TC. അപ്പോൾ എന്താണ് CPRനെ പറ്റി നമുക്ക് കൂടുതൽ നോക്കാം. അപ്പോൾ CPR എന്ന് പറഞ്ഞാൽ സെൻട്രൽ പിവോട്ട് റേഞ്ച് ആണ്. അത് കീ പോയിൻറ്റ്സ് ആണ്. അത് ട്രേഡ് സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള കീ പോയിൻറ്റ്സ് ആണ്. ഇനി അതിൽ തന്നെ 3 ലൈൻസ് കാണാം. അതിൽ P എന്ന് പറയുന്നത് പിവോട്ടിനാണ്, BC എന്ന് പറയുന്നത് ബോട്ടം സെൻട്രൽ പോയിൻ്റ് ആണ്, ഇനി TC എന്ന് പറയുന്നത് ടോപ്പ് സെൻട്രൽ പോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ 3 ലൈൻസ് വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ യൂസ്ഫുൾ ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ 3 ലൈൻസും വൈഡ് റേഞ്ചിലാണ് നിൽക്കുന്നത്. അത് ക്ലോസ് ചെയ്യുന്ന റേഞ്ച് ഉണ്ട്, അതിനാണ് നമ്മൾ CPR നാരോ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് മാനുവലി കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു സ്കാനർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ nicholasnilo.com-ൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ nicholasnilo.com-ൽ പോയിട്ട് ഇൻട്രാഡേ സെക്ഷനിൽ CPR സ്കാനർ കാണാം. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്കാനർ കിട്ടുന്നതാണ്. അപ്പോൾ ഈ സ്കാനറിൽ നമുക്ക് ഈ നാരോ റേഞ്ച് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഇത് സ്കാൻ ചെയ്ത് വരും. അപ്പോൾ എല്ലാ ദിവസവും 9 മണിക്ക് ശേഷം നിങ്ങൾ നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താലും ഞാൻ ഡെയിലി അതിലും ഈ CPR സ്റ്റോക്സ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ മദർ സുമിയാണ്. കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളത് കണ്ടല്ലോ, റേഞ്ചുകൾ വൈഡായിട്ട് നിൽക്കുന്നത്. നമുക്കിനി മദർ സുമി നോക്കാം. മദർ സുമി നമുക്ക് നമ്മുടെ സ്കാനറിൽ വന്ന ഫസ്റ്റ് സ്റ്റോക്കാണ്. അപ്പോൾ അത് മദർ സുമി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മദർ സുമി നിങ്ങൾ നോക്കിയാൽ കാണാം, ആ റേഞ്ച് കണ്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം വൈഡ് റേഞ്ച് ആയിരുന്നു, പക്ഷേ കഴിഞ്ഞ ദിവസം അത് നാരോ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ആ 3 ലൈൻസും ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓപ്പണിംഗ് തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്, നല്ലൊരു മൂവ്മെൻറ്റ് അപ്പ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് റാൻഡായിട്ട് എടുക്കാമെങ്കിൽ എമാൻഡം എടുത്ത് നോക്കാം. എമാൻഡം ഫിനാൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എമാൻഡം ഫിനാൻസ് നോക്കി കാണാം, ഒരു ഡൗൺ സൈഡ് വന്നപ്പോൾ അത് കറക്റ്റ്ലി ഡൗൺ സൈഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അതായത് നമുക്ക് CPR നാരോ റേഞ്ച് വരുന്ന സ്റ്റോക്കുകൾ ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അതായത് ചിലപ്പോൾ ബൈ സൈഡ് ആണെങ്കിൽ അത് ബൈ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും, ഇനിയിപ്പോൾ സെൽ സൈഡ് ആണെങ്കിൽ അത് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടിയാലുള്ള സ്റ്റോക്കുകളാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ട്രേഡ് ചെയ്യാൻ നല്ലത്. ഇപ്പോൾ നിങ്ങൾ ഏത് ഇൻഡിക്കേറ്ററോ ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ നമുക്ക് ആ സ്റ്റോക്കിലൊരു മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്കതിൽ പ്രോഫിറ്റ് കിട്ടത്തില്ല. അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ നമുക്ക് ബൈസിക്കിളും സെൽസിക്കിളും തരുന്നതാണ്. പക്ഷേ അത് ബൈസിക്കിളിൽ തരുമ്പോൾ അത് നമുക്ക് ബൈ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിന് മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്കതിന് ആ ബൈ എടുത്തിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല. അതുപോലെ സെൽ സിഗ്നൽ വന്നിട്ടും സെല്ലെടുത്തിട്ട് ആ സ്റ്റോക്ക് മൂവ്മെൻറ്റ് തന്നില്ലെങ്കിലും നമുക്ക് ലോസിലാണ് നിൽക്കുക. അപ്പോൾ ഇൻട്രാഡേക്ക് നമുക്ക് ബെസ്റ്റ് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം CPR നാരോ റേഞ്ച് സ്റ്റോക്കുകൾ. അപ്പോൾ അത് മാനുവലി നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്കാനറിൻ്റെ സഹായം നോക്കുന്നത്. അപ്പോൾ ഈ സ്കാനറിൽ വരും ഇങ്ങനെ സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകൾ നമുക്കൊരു വൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ വരും. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു 14 സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് 14 സ്റ്റോക്കുകളും മാനുവലി വാച്ച് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ ആ ദിവസം നമ്മളിങ്ങനെ നമുക്ക് ബെസ്റ്റ് 3 സ്റ്റോക്സ് അല്ലെങ്കിൽ 2 സ്റ്റോക്സ് ഒക്കെ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വോളറ്റിലിറ്റി നോക്കാം. ഇവിടെ വോളറ്റിലിറ്റി നമുക്ക് 2.57. അപ്പോൾ നമുക്ക് ഹൈ വോളറ്റിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഹൈ വോളറ്റിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ നമുക്കൊരു നല്ലൊരു മൂവ്മെൻറ്റ് തരുന്നതാണ്. അപ്പോൾ ഹൈ വോളറ്റിലിറ്റിയും CPR നാരോ റേഞ്ച് ആകുമ്പോൾ അതൊരു ബ്ലാസ്റ്റ് ചെയ്യാൻ, അത് മുകളിലേക്കോ താഴേക്കോ ബ്ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന മദർ സുമി 2.57 വോളറ്റിലിറ്റി ഉണ്ട്. അത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോളറ്റിലിറ്റി ഉള്ള ആയതുകൊണ്ടാണ് അത് എടുത്തത്. അതുപോലെ എമാൻഡം ഫിനാൻസ് 2.33 ഇതുണ്ട്. പിന്നെ വരുന്നത് JSW സ്റ്റീലാണ്. അത് 2.10 ആണ് വോളറ്റിലിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് JSW സ്റ്റീൽ നോക്കാം, വൺ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന്. കണ്ടോ, JSW സ്റ്റീലും കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്. അതിനുശേഷം ഡൗൺ സൈഡ് വന്നപ്പോൾ നല്ല ഡൗണിലേക്ക് വന്നു, അപ്പ് സൈഡ് വന്നപ്പോൾ നല്ല അപ്പ് സൈഡ് വന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഒരു ഇൻഡിക്കേറ്റർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതുപോലെ ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിയും ഈ CPR നാരോ റേഞ്ചുള്ള സ്റ്റോക്കുകളൊന്ന് കമ്പയർ ചെയ്ത് യൂസ് ചെയ്ത് നോക്കും. നിങ്ങളുടെ അക്യുറസി എന്തായാലും ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ സൈഡ് വൈസ് സ്റ്റോക്കുകൾ നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് ഇൻട്രാഡേ
ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നല്ല സ്റ്റോക്സ് സെലക്ട് ചെയ്യാവുന്നത്. ഇത് നല്ലൊരു മെത്തേഡാണ്. CPR നാരോ റേഞ്ച് വരുന്ന സ്റ്റോക്ക് അതൊരു വൺ സൈഡ് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കും നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ, അത് സൂപ്പർ ട്രെൻഡോ മൂവിങ് ആവറേജ് എന്തോ ആയിക്കോട്ടെ, ആ ഇൻഡിക്കേറ്ററും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ എന്താണ് CPR എന്ന് പറഞ്ഞത് എന്താണ്. ഇനി നമുക്ക് മറ്റൊരു CPRൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മൂവിങ് ആവറേജ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലെ വാല്യൂ ആയിരിക്കില്ല നമ്മൾ 10 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എടുക്കുമ്പോൾ, അതിൽ 15 മിനിറ്റ്. പക്ഷേ ഈ CPR എന്ന് പറയുമ്പോൾ ആ ലെവൽ ഒരിക്കലും മാറത്തില്ല. അതിപ്പോൾ 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും, ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിൻ്റെ ചാർട്ടാണ്, അപ്പോൾ ആ ലെവലുണ്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി നമ്മളത് 10 മിനിറ്റ് ആയാലും 30 മിനിറ്റ് എടുത്ത് നോക്കാം, അപ്പോൾ ആ ലെവലുണ്ടോ, നിങ്ങളത് മാറത്തില്ല, ഉണ്ടോ ആ ലെവൽ അതേപോലെ നിൽക്കും. ഇതിൽ ആ ലെവലിൽ ഒരു മാറ്റം സംഭവിക്കത്തില്ല. കാരണം നമുക്ക് ഇതിനൂടി വിശ്വസനീയമാണ് ഈ ലെവൽസ്, കാരണം അത് മാറത്തില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന ലെവൽസാണ്. CPRൻ്റെ പറ്റി കൂടുതൽ വീഡിയോസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതും കാണാം. പക്ഷേ നമുക്ക് നാരോ റേഞ്ചിൻ്റെ പവറൊന്നും സാധാരണ CPR ലെവൽസിന് കിട്ടത്തില്ല. അപ്പോൾ CPRൽ നാരോ റേഞ്ച് വരുന്ന സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങളത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മൂവ്മെൻറ്റ് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഇത്രയേ ഉള്ളൂ. CPR നാരോ റേഞ്ച് സ്കാനറാണ്. ഇപ്പോൾ CPR നാരോ റേഞ്ച് സ്കാനർ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ക്ലാസ്സിൽ ഇൻട്രാഡേ പോയി കഴിഞ്ഞാൽ CPR സ്കാനറാണ്. അപ്പോൾ അത് ഡെയിലി ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റോക്കുകൾ. അപ്പോൾ ടെലിഗ്രാം ചാനലിലും നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്താൽ ഞാൻ ഈ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഡെയിലി കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.